അത് കഴിഞ്ഞ 10 വർഷം, വിശേഷം കഴിഞ്ഞ അവസാനത്തെ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ നിലപാടുകൾ പരിശോധിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൊതുവിൽ ആഭ്യന്തര വകുപ്പിനെയാണ് RSS, BJP എല്ലാ ഇടങ്ങളിലും സാധാരണ പിടികൂടാറ്. ഡീപ്പ് സ്റ്റേറ്റായി അല്ലെങ്കിൽ വളരെ പിന്നിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിനെയാണ്. ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ മുമ്പേ തന്നെ അങ്ങനെ BJPയും RSSും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൽ അത് സംഭവിച്ചു എന്നാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുണ്ടായ വലിയ പ്രചരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ വലിയ വിദ്വേഷ പ്രചരണങ്ങൾ അവർ നടത്തിയത് നമുക്കറിയാം. പിന്നെ മുസ്ലിം വിരുദ്ധമായ ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തിയ ആളുകളെ വലിയ അളവിൽ പിന്തുണക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സമീപനം നമുക്കറിയാം. മലപ്പുറം ജില്ലക്കെതിരെ വലിയ പ്രചരണങ്ങൾ ചില സമുദായ നേതാക്കന്മാർ നടത്തി. അതിനെ CPM അംഗീകരിച്ചു. പക്ഷെ ഒടുവിൽ മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായും UDF വിജയക്കൊടി പാറിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമുദായ നേതാക്കന്മാരും അവരെ പിന്തുണച്ച CPMഉം മലപ്പുറം ജില്ലയിൽ വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച വിധമുള്ള ഒരു റിസൾട്ടാണ് മലപ്പുറം ജില്ല നമ്മളോട് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ നടത്തിയ മുസ്ലിം വിരുദ്ധമായ സമീപനങ്ങളും മറ്റുമൊക്കെ പല ഘട്ടത്തിൽ ചർച്ചയായതാണ്. അതുകൊണ്ടാണ് പിന്നെ ആഭ്യന്തര വകുപ്പ് RSS ആണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, CPIന്റെ നേതാക്കൾ പല ഘട്ടത്തിൽ ഇത്തരം ചില ആവശ്യങ്ങൾ, ചില അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പല ഇടതുപക്ഷ നേതാക്കന്മാരും ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പൊതുവിൽ കേരളത്തിലെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിലെ നേതാക്കന്മാരൊക്കെ ഈ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനം ഇത്ര വലിയ തിരിച്ചടി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ആ സമീപനത്തിനെതിരായൊരു തിരിച്ചടി കൂടിയാണ് ഇത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1.5 ലക്ഷത്തോളം വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ധർമ്മടത്ത് ജയിച്ചിരുന്നത്. ഇപ്പോൾ അത് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തോൽവിക്ക് സമാനമായ ജയത്തിലാണ് പിണറായി സഖാവ് വരെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനം അത്രമേൽ വലിയ തിരിച്ചടി കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇടതുപക്ഷ ഭാഗത്ത് നിന്നിരുന്ന പല ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും മുമ്പേ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനം പാഠം പഠിപ്പിക്കുന്നത് ഇടതുപക്ഷ സമീപനങ്ങളിൽ നിന്നും മതനിരപേക്ഷ സമീപനങ്ങളിൽ നിന്നും CPM പിന്മാറുമ്പോൾ അതിനെതിരായ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്ന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വളരെ ശരിയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് പ്രചരണങ്ങളുണ്ട്. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ നടത്തിയ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിലൊക്കെ വന്ന പരാമർശങ്ങളുണ്ട്. അതെല്ലാം മുമ്പിൽ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക, RSSും BJPയും ഒക്കെ മലപ്പുറം ജില്ലയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത് പോലുള്ള പ്രചരണമാണ് ചില സമുദായ നേതാക്കന്മാർ നടത്തിയത്, ഇടതുപക്ഷ നേതാക്കന്മാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നടത്തിയത്. അതിന് സമാനമായ സ്വഭാവത്തിൽ പല പ്രസ്താവനകളും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വിജയരാഘവൻ സഖാവ്, അതേപോലെ തന്നെ AK ബാലൻ, ഇളമരം കരീം തുടങ്ങിയ പല നേതാക്കന്മാരും ഇതിന് ചുവട് പിടിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയത് കാണാൻ സാധിക്കും. എന്നല്ല, അതിനെയൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തത് കേരളത്തിലെ BJP നേതാക്കന്മാരും സൈബർ പോരാളികളും മറ്റുമൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരേ ലൈനിലാണ് സഞ്ചരിച്ചത്. അതുതന്നെയാണ് ജനം കനത്ത തിരിച്ചടി നൽകുവാനുള്ള കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.